മുൻ വർഷങ്ങളിലായി ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ലൂമിനസ് ഇൻറ്റൻസിറ്റി പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിലൊന്നാണ് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? കാൻഡിലയാണ് അല്ലേ. കാൻഡില നമ്മൾ CD എന്ന് പറയും, CD. ഓക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റുമാണ്. അതെന്തായാലും എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതാണ് ആ എണ്ണം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള കാര്യങ്ങളാണ്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി യൂണിറ്റാണ് എന്ത്? മീറ്റർ. മാസിൻ്റെ കിലോഗ്രാം, അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പ്രോബ്ലമാണ്. വാട്ട് ഈസ് ദ മൊമെൻറ്റം ഓഫ് എ കാർ ഓഫ് മാസ് 800 കിലോഗ്രാം മൂവ് വിത്ത് വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു കാറ്, ആ കാറിൻ്റെ ഭാരം എന്ന് പറയുന്നത് 800 കിലോഗ്രാം ആണ്. അത് മൂവ് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എത്രയാണ്? മൊമെൻറ്റം എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കേണ്ടത് ഇക്വേഷനാണ് P = മാസ് ഇൻറ്റു വെലോസിറ്റി. പ്രോബ്ലത്തിൽ ഒന്നും ആലോചിക്കേണ്ട, P = m × v എന്ന് എഴുതിയാൽ മതി. എന്ത് ചോദിച്ചാലും നിങ്ങൾ എഴുതിക്കോളും. ഓക്കെ. അപ്പോൾ മാസ് ഇവിടെ എത്ര ഉണ്ട്? മാസ് പറഞ്ഞാൽ M. മാസ് എത്രയാണ്? മാസ് കണ്ടോ, മാസ് 800 കിലോഗ്രാം ആണ്. അപ്പോൾ മാസ് 800 കിലോഗ്രാം, ഇതാണ് M. ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇതെന്താണ്? V ആണ്. M ഉം V യും ഗുണിച്ചാൽ മതി. 800 × 2 എത്ര വരും? 1600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വരും. യൂണിറ്റ് നിർബന്ധമാണ് കേട്ടോ. എന്തുകൊണ്ടാണ് യൂണിറ്റ് എഴുതിയത്? മാസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്. വെലോസിറ്റി യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് എന്തത് ഇവിടെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് തോന്നുന്നത്. ഓക്കെ. ഇതിൽ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് പിന്നെ ചിലപ്പോൾ ഗ്രാമിലേക്കായിരിക്കും. ഇപ്പോൾ ഇത് 1 മാർക്ക് ആയതുകൊണ്ട് ഇങ്ങനെ വന്നതാണ്. ഇപ്പോൾ 800 കിലോഗ്രാമിന് പകരം എന്താണ് നിങ്ങൾക്ക് തരുന്നത്? 800 ഗ്രാം ആണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ആലോചിക്കേണ്ട, ഗ്രാം ആണെങ്കിൽ അതിനെ 1000 കൊണ്ട് 800നെ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. കിട്ടുന്ന വില ആയിരിക്കും അതിൻ്റെ കിലോഗ്രാമിലെ വില. അത് വെച്ച് ഗുണിക്കണം. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കിലോഗ്രാം തന്നില്ലെങ്കിൽ ഗ്രാമിലാണെങ്കിൽ ഗ്രാമിന് കിലോഗ്രാമൊക്കെ മാറ്റി വേണം ചെയ്യാൻ. ഓക്കെ. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിളാണ് സംഭവം, പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ അതൊന്നും അല്ല, നിങ്ങൾക്ക് പിന്നെ ഇക്വേഷനെ ഓർമ്മ വരുന്നെങ്കിൽ ഇക്വേഷൻ എഴുതിക്കോളൂ, മാർക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ സൈക്ലിസ്റ്റ് ബെൻഡ് ഇൻവേർഡ് വൈൽ റൈഡിങ് അറ്റ് ദ കർവ്സ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് നെസസറി ഡാഷ് ഫോഴ്സ്. ആൻസർ എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഇക്വേഷൻ FC = mv²/r ആണ്. അതായത് ഒരു സൈക്കിള് എന്താണ് ഒരു കർവിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ അവിടെ ആ ഒരു കർവിന് കാരണമാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തിരിക്കാൻ കാരണമാകുന്ന അവിടുത്തെ ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. നമ്മളൊരു ബൈക്കിൽ നമ്മളൊരു വളവിലൂടെ പോകുമ്പോൾ നമ്മൾ പോകുമ്പോൾ വളവ് കറക്റ്റാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈക്കൊന്ന് ബെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സിറ്റുവേഷൻ ഏത് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ മറക്കാതെ എഴുതണം സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. FC = mv²/r ആണ്. ഓക്കെ. അപ്പോൾ ഏത് ഉദാഹരണം കണ്ടാലും മനസ്സിലാക്കണം. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് ഓഫ് മാസ് M ആൻഡ് റേഡിയസ് R എബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഈസ് ഡാഷ്. അത് ഇക്വേഷനാണ്. അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന ഭാഗത്ത് റിങ്ങിൻ്റെയും അതുപോലെ തന്നെ സ്പിയറിൻ്റെ ഒക്കെ പിന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കണം. കാരണം ഇതിപ്പോൾ ഈ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ നെക്സ്റ്റ് വട്ടം എന്താ ചോദിക്കാം? വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ എന്താ? റിങ് അല്ലേ. അപ്പോൾ അടുത്തതിൽ എന്ത് ചോദിക്കാം? സ്പിയർ ചോദിക്കാം. അപ്പോൾ അത് എല്ലാം ഒന്ന് ഓർക്കി വെക്കണം. നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, കണ്ടോ, ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഓരോ കേസും പറയുന്നുണ്ട്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിങ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. എന്താണ്? ഇക്വേഷൻ mr² ആണ്. mr². ഓക്കെ. രണ്ടാമത്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റിങ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണെങ്കിൽ ½ mr² ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റിങ് അബൌട്ട് ഇറ്റ്സ് ടാൻജൻ്റ് ആണെങ്കിൽ 3/2 mr² ആണ്. ഇത് 3 റിങ്ങിൻ്റെ കേസാട്ടോ. 3 റിങ്ങിൻ്റെ കേസാണ്. ഇനി അടുത്തത് നമുക്ക് ഡിസ്കിൻ്റെ കേസ് എടുക്കാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ, അത് പെർപെൻഡിക്കുലർ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ½ mr² ആണ്. അതല്ല, ഇനി അത് ഡയമീറ്റർ ആണെങ്കിൽ 1/4 mr² ആണ്. അല്ല, അത് പിന്നെ ടാൻജൻ്റ് ആണെങ്കിൽ 5/4 mr² ആണ്. ഇത് മാത്രമല്ല, കുറച്ചും കൂടി വരുന്നുണ്ട്. നമ്മൾ സ്പിയറിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാഗം ജസ്റ്റ് നോക്കുക. നിങ്ങളൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ
മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിംഗ് അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഡിസ്ക് ആ ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെക്കുക, വേറെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട. ഫിഗർ വേണമെന്നൊന്നുമില്ല കേട്ടോ. ആ ഇക്വേഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കി വെക്കുക. ഫിഗർ പ്രശ്നമൊന്നുമില്ല, കാരണം റിംഗ് ആണെങ്കിൽ എന്താ വരയ്ക്കുക, ഒരു വട്ടം വരയ്ക്കുക. സ്പിയർ ആണെങ്കിൽ പിന്നെ വട്ടത്തിനുള്ളിലൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്യുക, അങ്ങനെ വരച്ച് പോവാം കേട്ടോ. ഹോളോ സ്പിയറും സ്മോൾഡ് സ്പിയറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ കാര്യം നോക്കി വെക്കുക. 3 മാർക്ക് ക്വസ്റ്റിനാണ്, 1 മാർക്ക് ക്വസ്റ്റിൻ ആയതുകൊണ്ട് അതിന് 1 വേർഡ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, പ്രാവശ്യം ചോദിച്ചത് റിംഗ് ആണ്. നെക്സ്റ്റ് എന്ത് ചോദിക്കാം, നമുക്ക് ഡിസ്കോ സ്പിയറോ ഒക്കെ ചോദിക്കാം. ഓക്കെ, ഇനി അതിൽ 4th ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞു. 5th ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ടേം പവർ. പവർ എന്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പവറിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കാം. ഇക്വേഷൻ എഴുതി വെക്കുമ്പോൾ പവറിലെ ഇക്വേഷനിലെ ഓരോ സാധനങ്ങൾ എഴുതണം, അതല്ലെങ്കിൽ ആ ഡെഫിനേഷൻ എഴുതണം എന്താണെന്നുള്ളത്. അപ്പോൾ എന്താ പവർ എന്ന് പറഞ്ഞാൽ, അതായത് പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും വർക്ക് തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, പവർ എന്ന് പറയുക. അപ്പോൾ നോക്കാം പവർ എന്താണെന്നുള്ളത് കേട്ടോ. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ അപ്പോൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, പവർ എന്ന് പറയുക. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്, പി ഈക്വൽ ടു വർക്ക് ബൈ ടൈമാണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന വർക്ക് ആണ് പവർ അല്ലേ. പി ഈക്വൽ ടു W/T. ഇത് ഇക്വേഷനായി ചോദിക്കട്ടോ, പ്രോബ്ലമാക്കി ചോദിക്കാം. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഇത് പഠിക്കാൻ പ്രയാസമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്താണ്, യൂണിറ്റ് വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്, ജൂൾ പെർ സെക്കൻഡാണ്, അല്ലെങ്കിൽ വാട്ട് എന്നും പറയും, അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്നൊക്കെ പറയും. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് പവർ എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. നമ്മളിതിന് മുന്നേ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലോവസ്റ്റ് മോഡ് ഏതാണെന്നുള്ളത്. ഏതായിരുന്നു സ്ലോവസ്റ്റ് മോഡ്? കണ്ടക്ഷൻ ആയിരുന്നു. ഇവിടെ ഫാസ്റ്റസ്റ്റ് മോഡ് ചോദിച്ചിട്ടുണ്ട്. ഫാസ്റ്റസ്റ്റ് മോഡ് എന്ന് പറഞ്ഞത് റേഡിയേഷനാണ്, മൂന്നാമത്തതാണ്. 3 മോഡ്സാണ് പഠിച്ചുള്ളത്. ഒന്നേതാണ് കണ്ടക്ഷൻ, അടുത്തത് കൺവെക്ഷൻ, ദെൻ റേഡിയേഷൻ. കണ്ടക്ഷനാണ് ഏറ്റവും സ്ലോവസ്റ്റ്, റേഡിയേഷനാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് പഠിക്കുമ്പോൾ ബാക്കി 3 പഠിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇപ്രാവശ്യം ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, സ്ലോവസ്റ്റ് മോഡ് ചോദിക്കാം കേട്ടോ. അപ്പോൾ കൺഫ്യൂഷനാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഹുക്സ് ലോ ആണ്. സ്റ്റേറ്റ് ഹുക്സ് ലോ എന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്ന് വെച്ചാൽ ഹുക്സ് ലോൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതുന്നത്. എന്താ ഹുക്സ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെയിൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ്, അല്ലെങ്കിൽ എന്ത് പറയാം, സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതാണ് എഴുതേണ്ടത്. ഇത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 മാർക്ക് കിട്ടും. ഓക്കെ, ഒരുപാട് വർഷങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് പറയണം, സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ പറഞ്ഞു പോകണം. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം സ്റ്റേറ്റ് ഹുക്സ് ലോ ചോദിച്ചാൽ അടുത്ത വർഷം സ്ട്രെസ് ചോദിക്കാം, സ്ട്രെയിൻ ചോദിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൻ്റെ കണക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞാണ് ഹുക്സ് ലോ എന്താണെന്നുള്ളത് അല്ലേ. ഇത് ആസ് ലിമിറ്റ് സ്ട്രെയിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് കോൺസ്റ്റൻറ്റ്. അത്ര മതി. എന്ന് വെച്ചാൽ നമ്മളൊരു ബോഡിയിലേക്ക് സ്ട്രെസ് കൊടുക്കുമ്പോൾ അവിടെ സ്ട്രെയിൻ ഉണ്ടാവും അല്ലേ. അത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് ഹുക്സ് ലോ പറയുന്നത്. അപ്പോൾ എന്താ സ്ട്രെസ് പറഞ്ഞാൽ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, അത്ര മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചാൽ പ്രഷർ തന്നെയാണ്. അതായത് റീസ്റ്റോറിങ് ഫോഴ്സ്. ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്നുള്ളത് ഡീഫോമിങ് ഫോഴ്സ് ഒക്കെ ആവട്ടോ, എന്തായാവും ഒന്ന് പറയുന്നുള്ളൂ. ദ റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ സെറ്റപ്പ് ഇൻസൈഡ് എ ബോഡി. ഇതാണ് എന്ത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, F/A എന്നാണ് ഇക്വേഷന്. യൂണിറ്റ് എന്താണ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം. സ്ട്രെസ്സിന് ആകെ ഒരു ലൈനുള്ളൂ. അപ്പോൾ 1 മാർക്ക് വെച്ചാൽ 3 ഭാഗങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി സ്ട്രെസ് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, വോളിയം സ്ട്രെസ് വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഷിയറിങ് സ്ട്രെസ് ഷേപ്പിലുണ്ടാകുന്ന ചേഞ്ച്. അതായത് ഇപ്പോൾ നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, ഒരു യൂണിറ്റ് ഏരിയയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ അതിന് ലെങ്ത്തിലാണ് ചേഞ്ച് ഉണ്ടാണെങ്കിൽ അത് ലീനിയർ സ്ട്രെസ്. പിന്നെ വോളിയത്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അത് വോളിയം സ്ട്രെസ്. ഇനി ഷേപ്പാണ് മാറണമെങ്കിൽ എന്താണ്, ഷിയറിങ് സ്ട്രെസ്. ഓക്കെ, ഇതിന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്ട്രെസ്സ് വഴി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. നോക്കൂ, എൻ്റെ ഡെഫിനിഷൻ പറയാം. ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഈസ് സ്ട്രെയിൻ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബോഡി ഉദാഹരണം പറഞ്ഞാൽ ഒരു ഷേപ്പ്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ബോഡിയിലേക്ക് ഇതിനൊന്നിക്ക് എന്ത് ചെയ്യാം, ഒന്നിക്ക് ഇതിൻ്റെ വോളിയം കുറയാം, കൂടാം. വോളിയം കൂടില്ല, എന്തായാലും കുറയുള്ളൂ. വോളിയം കുറയാം, അല്ലെങ്കിൽ ഷേപ്പ് മാറാം. ആ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ സ്ട്രെസ് വഴി എന്തുണ്ടാവുള്ളൂ, സ്ട്രെയിൻ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടോ, സ്ട്രെസ് കോസ്
സ്ട്രെയിൻ എഫക്റ്റ്. സ്ട്രെസ് കോസ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റാണ് എന്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് സ്ട്രെയിൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇക്വേഷനൊക്കെ എഴുതാം? സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു കയറ് ഇപ്പോൾ ഒരു മാസ് ഞാൻ തൂക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഉണ്ടാവും, അതിനെ L എന്ന് വിളിച്ചു. ഇത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികം താഴത്തേക്ക് വരില്ലേ, അല്ലേ, ഒന്ന് ഇലോങ്ങേറ്റ്. അപ്പോൾ അതിന് ഇത്ര ചേഞ്ച് സംഭവിച്ചു, അല്ലേ, അതിനെ ഡെൽറ്റ L എന്ന് വിളിച്ചാൽ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത്ത്, ഇതാണ് എൻ്റെ ചേഞ്ചിങ് ലെങ്ത്ത്, അല്ലെങ്കിൽ ഇത് പറയാം ഇതാണ് ഒറിജിനൽ ഡയമെൻഷൻ, ഇതാണ് ചേഞ്ചിങ് ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ കാണുക എങ്ങനെ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയമെൻഷൻ ഡെൽറ്റ L ആണ്, ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്താണ്? L ആണ്. ഇതാണ് എന്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇത് ലെങ്ത്തിൻ്റെ കേസാണ്. ഇനി വോൾത്തിൻ്റെ കേസാണെങ്കിൽ എന്താ വരിക? ഡെൽറ്റ V/V എന്ന് വരും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, 3 തരം സ്ട്രെയിനുകളുണ്ട്. ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഡെൽറ്റ L/L. വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ V/V. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ മാറുക, തീറ്റ മാറുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ജനറലി പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഒറിജിനൽ ലെങ്ത്ത്. വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അങ്ങനെ എഴുതി പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബി എന്ന് പറയുമ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 8 എഴുതിയാൽ മതി. മൊത്തം 24 മാർക്ക് കിട്ടുക. 8 ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻസ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ടേം റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ വിത്ത് ആൻ എക്സാമ്പിൾ. എന്താ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ? അതിൻ്റെ എക്സാമ്പിൾ ഏതാണ് പറഞ്ഞത് വെച്ചാൽ വരച്ച് കാണിച്ചു കൊടുക്കുക. ഒന്നുമില്ല. റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് എ വെക്ടർ ഇൻ ടു ഇറ്റ്സ് കോമ്പണൻറ്റ്. അതായത് ഒരു വെക്ടറിനെ അതിൻ്റെ കോമ്പണൻ്റായി തിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു വെക്ടറാണ് എഴുതുക. ഇതൊരു വെക്ടറാണെങ്കിൽ അതിൻ്റെ കോമ്പണൻ്റാണ് എന്ത്? ഇതും അതുപോലെ ഇതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ പിന്നെ ഈ ഒരു വെക്ടറും ഈ എക്സ് എന്ന് പറഞ്ഞത് എക്സ് കോമ്പണൻറ്റ് പറയുന്നത് ഇതിന് നമുക്ക് പറയാം ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് പറയാം കേട്ടോ. എക്സ് കോമ്പണൻറ്റ് വിളിക്കുന്ന പേര് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റുമായി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. വൈ ആക്സിലാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇവിടെ ഈ വെക്ടറും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിളാണല്ലോ തീറ്റ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തീറ്റ എടുത്തുള്ളതിന് നമുക്ക് കോസ് തീറ്റ എന്നും തീറ്റ അപ്പുറത്തുള്ളതിന് നമ്മൾ സൈൻ തീറ്റ എന്നും വിളിക്കാം. ഓക്കെ, നിങ്ങൾ എങ്ങനെ വെക്ടർ വരച്ചാലും ഒരു വെക്ടർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. ഇതാണെന്ത്? എക്സ് കോമ്പൗണ്ട്, ഇതാണ് വൈ കോമ്പൗണ്ട്. അപ്പോൾ ഇത് കോസ് തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും? സൈൻ തീറ്റ ആയിരിക്കും. അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അതിന് കൂടെ യൂണിറ്റ് വെക്ടറും പറയുന്നുണ്ട്. അപ്പോൾ എക്സ് ആക്സ് ആണെങ്കിൽ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്, വൈ ആക്സിലെ യൂണിറ്റ് വെക്ടറാണ് ജെ ക്യാപ്പ്, സെഡ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണിത് കെ ക്യാപ്പ്. പറഞ്ഞാൽ സെഡും വരച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഓർത്ത് വെക്കുക അതിനെ കൂടെ കേട്ടോ. ഇത്രേ ഉള്ളൂ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻ്റ് ആണ്. എന്താണ് ടോർക്ക്, എന്താണ് ആംഗുലർ മൊമെൻ്റ് എന്ന് ഒരു പട്ടിക വരയ്ക്കുക, എഴുതാനുള്ളത് ഓരോന്നിനും 3 പോയിന്റ് ചെയ്ത് എഴുതിയാൽ മതി. ഒന്നാമത്തെ കാര്യം ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഫോഴ്സ് ആണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് സ്റ്റേറ്റർ ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഒരു R×F ആണ്. ടോ എന്ന് പറഞ്ഞാൽ ഇതാണ് ടോർക്കിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ. എന്താണ്? R×F ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ആംഗുലർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ L ഈക്വൽ ടു I×ω ആണ്. ഓക്കെ, I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ്. I എന്ന് പറഞ്ഞാൽ ഒമേഗ ആണ് ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ആംഗുലർ വെലോസിറ്റി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റഡ് മൂവ്മെൻ്റ് ആണ്. റൊട്ടേറ്റഡ് മൂവ്മെൻ്റ് ആണ് ടോർക്ക് എന്ന് പറയാം. ഇത് സ്റ്റാറ്റിക് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണത് ആംഗുലർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മെഷറിങ് കപ്ലിങ് നോട്ട് യൂസ്ഡ് ഫോർ മെഷറിങ് കപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതാച്ചാൽ 3 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ഏതെങ്കിലും 2-3 പോയിന്റ് പഠിച്ചു വെക്കാം. ഓക്കെ, വിഷന്മാർ പറയുന്നില്ല 3. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കാരണം എന്താ വെച്ചാൽ 2015 2021 വന്ന സമയത്ത് സ്കീം മാറിയ സമയത്ത് അപ്ഡേറ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണിത്. അത് സിലബസിലേക്ക് പുതിയ വന്ന ഒരു ഭാഗമാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ 37 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഓക്കെ, അതിന് നമുക്ക് കെൽവിനിലേക്ക് മാറ്റണം, ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. വളരെ സിമ്പിളാണ്. അത് ഈ ഇക്വേഷൻ നോക്കി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഏതൊരു സാധനത്തിനെയും ഡിഗ്രി തന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 37 ഡിഗ്രി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ സെൽഷ്യസ് 37 ഡിഗ്രി സെൽഷ്യസ് തന്നു കഴിഞ്ഞാൽ കെൽവിനിലേക്ക് മാറ്റാൻ അതിനോട് കൂടി 237 കൂട്ടിയാൽ മതി. വെറുതെ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 5 ഡിഗ്രി തന്നിട്ടുണ്ട്, ഡിഗ്രി സെൽഷ്യസാണ്. ഇതിലേക്ക് കെൽവിനിലേക്ക് മാറ്റണം എന്ന് ചെയ്താൽ എന്ത് ചെയ്യാൽ മതി?
273 കൂടിയിട്ട് ഈ 5 കൂട്ടിയാൽ മതി. അപ്പോൾ കിട്ടുന്ന വാല്യൂ 278. ഇതാണ് അതിൻ്റെ കെൽവിനിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ആ ഇക്വേഷനാണ് കൊടുത്തുള്ളത് കേട്ടോ, നോക്കി കൺഫ്യൂഷൻ ആവണ്ട. T c + 273 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് കെൽവിനിലാണെന്നുണ്ടെങ്കിൽ ഈ 273 പറഞ്ഞ വാല്യൂടെ കൂടിയിട്ട് തന്നിട്ടുള്ള 37 ഡിഗ്രി കൂട്ടിയാൽ മതി. 310 എന്ന് കിട്ടും. അതാണ് കെൽവിനിലെ ടെമ്പറേച്ചർ. ഇനി തിരിച്ചു ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കെൽവിനിലേക്ക് തന്നു, ഇപ്പോൾ ഞാൻ തരികയാണ് 500 കെൽവിൻ തന്നു. അത് ഡിഗ്രിയിലേക്ക് മാറ്റാൻ മതി. ഈ 500 - 273 ചെയ്താൽ മതി. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അല്ല ഡിഗ്രീൻ്റെ. ഓക്കെ, അപ്പോൾ തിരിച്ചും മറിച്ചും ആലോചിക്കാം. സംഭവം സിമ്പിളാണ്. ഡിഗ്രി സെൽഷ്യസ് തന്നുള്ള സാധനത്തിനെ കെൽവിനിലേക്ക് മാറ്റാൻ അതിനോട് 273 ആഡ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് തന്നുള്ളത് ഇപ്പോൾ സെൽഷ്യസിൽ 37 ഡിഗ്രിയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഫാരൻ ഹീറ്റിക്ക് മാറ്റണം. അപ്പോൾ അതിനൊരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇക്വേഷൻ എന്താണ്, F = ഡിഗ്രി സെൽഷ്യസ് × 9/5 + 32. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫാരൻ ഹീറ്റാണ് കാണാൻ പറഞ്ഞത്. ഫാരൻ ഹീറ്റ് കാണണമെങ്കിൽ F = ഡിഗ്രിയിൽ എത്രയാണ്, 37 ഡിഗ്രി അല്ലേ. അപ്പം ഈ ഡിഗ്രീൻ്റെ അവിടെ എന്ത് കൊടുക്കുക, 37 കൊടുക്കുക. 9/5 ഇവിടെ കൊടുത്തു, +32 കൊടുത്തു. ആ കിട്ടുന്ന ആൻസറാണ് ഫാരൻ ഹീറ്റിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് പല ഇക്വേഷൻസും കേട്ടോ. ഇതൊരു ഇക്വേഷനാണ്. ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ വേറൊരു ഇക്വേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ എളുപ്പിച്ചാൽ പഠിച്ചാൽ മതി, ബൈഹാർട്ട് ചെയ്യാം, വേറെ മാർഗ്ഗമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 3 മാർക്ക് ക്വസ്റ്റ്യനാണ്, എളുപ്പമാണ്. ഓക്കെ, 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സെയിമാണ്, കെൽവിനിലേക്കും ഫാരൻ ഹീറ്റിലേക്കും മാറ്റാൻ. പക്ഷേ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, essay മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം കേട്ടോ. അടുത്തൊരു പ്രോബ്ലമാണ്, അപ്പോൾ നോക്കാം. എ വർക്ക് 600 ജൂൾ ഈസ് ഡൺ വെൻ എ ഫോഴ്സ് ഓഫ് 20 Newton is applied to a body. Calculate the distance through which the body moves. അതായത് ഒരു ബോഡി ഉണ്ട് ഇവിടെ, അതിലേക്ക് 20 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അവിടെ ഉണ്ടായ വർക്ക് എന്ന് പറയുന്നത് 600 ജൂളാണ്. അല്ലെങ്കിൽ ആ ബോഡി എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നുള്ളത് ആകെ എടുത്ത് എഴുതണം. ഏത് പ്രോബ്ലം വന്നാലും ഫസ്റ്റ് തന്നുള്ളത് എടുത്ത് എഴുതാം. വർക്ക് ഇടാൻ നമുക്കറിയാം 600 ജൂളാണ് കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് അപ്ലൈഡ് 20 ന്യൂട്ടൺ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ W അറിയാം, F അറിയാം, നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ S ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, W = F.S ആണ്, അല്ലെങ്കിൽ F/S cos θ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് അറിയാം, വർക്ക് അറിയാം, S ആണ് കാണേണ്ടത്. ഇനി ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏത് ഡയറക്ഷനിലേക്കാണ് പോകാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സങ്കല്പിക്കാം, ഇത് ഒരേ ഡയറക്ഷനിലേക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണെന്ന് എടുക്കാം. ആംഗിൾ 0 ആകുമ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 വരും. അതുകൊണ്ടാണ് അവിടെ F/S എന്ന് മാത്രം മതി. cos θ പോകാൻ കാരണം എന്താണ്, അവിടെ ആംഗിൾ 0 ആയതുകൊണ്ടാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ല, അങ്ങനെ കണ്ടാൽ അത് F/S മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ F/S, അപ്പോൾ W = F/S. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര, 600 ആണ് നമുക്കറിയാം, ഫോഴ്സ് 20 എന്നറിയാം, S അറിയില്ല. അപ്പോൾ ഇനി എന്ത് വേണം, S കാണണം. S കാണുന്നതിന് മതി, S ഇവിടെ നിർത്തുക. 600 ഇപ്പുറത്തുണ്ട്, 20 എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുണിക്കലാണ്, നേരെ താഴത്തേക്ക് വരും. അപ്പോൾ 600/20 എത്ര കിട്ടും, 30 മീറ്റർ എന്ന് കിട്ടും. 30 മീറ്ററാണ് ഈ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. സിമ്പിൾ പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലിസ്റ്റ് 3 മെത്തേഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള 3 മെത്തേഡ്സ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മെത്തേഡ് മാത്രം ചോദിച്ചാൽ നിങ്ങൾ ആ മെത്തേഡ്സ് എഴുതിയാൽ മതി. അതല്ല, ഒരു 7 മാർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശദമായിട്ട് ഓരോ മെത്തേഡ്സും എഴുതണം. ഒന്നാമത്തെ മെത്തേഡ് ലൂബ്രിക്കേറ്റിംഗ് ദ സർഫസ് ആണ്. അതായത് നല്ല എന്താ പറയുക, വിസ്കസ് ഫ്ലൂയിഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഓയില്, ഗ്രീസ്, അതുപോലെ ഗ്രാഫൈറ്റ് ഒരു എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഗ്രാഫൈറ്റ് ആകുമ്പോൾ ഹെവി മെഷീനിൽ ഉപയോഗിക്കണം. ഗ്രാഫൈറ്റ് ആകുമ്പോൾ വെരി ഹെവി മെഷീനിൽ, ഗ്രീസ് ഹെവി മെഷീനിൽ, ഓയിൽ ലൈറ്റ് മെഷീനിൽ. ഇനി യൂസ് ഓഫ് ബോൾ ബിയറിംഗ് ആണ്. ചെറിയ സ്മോൾ ബോളുകൾ അല്ലെങ്കിൽ പിന്നെ അയൺ ബോളുകൾ ഉപയോഗിച്ച് നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. മേക്കിംഗ് സർഫസ് സ്മൂത്ത് ബൈ ഗ്രൈൻഡിങ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോളിഷിങ് അല്ലേ, പോളിഷ് വഴി നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഗ്രൈൻഡ് വഴി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ റെഡ്യൂസ് പ്രഷർ കുറച്ചിട്ടും വെയിറ്റ് കുറച്ചിട്ടും നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 3 മെത്തേഡാണ്. നിങ്ങൾ സിലബസിലുള്ള 3 മെത്തേഡ് ഏതൊക്കെയാണ്, ഇത് 3 അത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് നോക്കാം.
ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയും ഒരു 3 പോയിന്റ് എഴുതിയാൽ മതി. വളരെ സിമ്പിൾ സാധനങ്ങളാണ്. എന്താ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് ഒന്നുമില്ല, മോഷനും ഉണ്ടാകുന്ന എനർജിയാണ്. എനർജി പ്രസൻറ്റ് ഇൻ എ ബോഡി ഡ്യൂ ടു മോഷൻ. ഇതെന്താണ്? ഡ്യൂ ടു പ്രോപ്പർട്ടി ഇറ്റ്സ് സ്റ്റേറ്റ്, ഇറ്റ്സ് സ്റ്റാറ്റിക്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഒരു ടാങ്കിയിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്, അപ്പോൾ അതിന് കൈനറ്റിക് എനർജി ആയിരിക്കും. ഓക്കെ, അത് ഒഴുകുകയാണെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി അറ്റൈൻ ചെയ്യും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ mv² ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, mgh ആണ്. ഇനി ഒരു പോയിന്റ് കൂടി പറയാം അല്ലേ. ഈസിലി ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ. ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റാറ്റിക് അനങ്ങാൻ നിൽക്കുന്ന എനർജി ആണല്ലോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഫ്ലോയിങ് വാട്ടർ ആണ് കൈനറ്റിക് എനർജി എക്സാമ്പിൾ. മറ്റെന്താണ്? വാട്ടർ സ്റ്റോർ ഇൻ എ ടാങ്ക്. ടാങ്കിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വെള്ളം ആണ്. അത് എന്തിന് എക്സാമ്പിളാണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ്. ഇത് ഇനി എന്താ വെച്ചാൽ ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. ഇപ്പോൾ കൈനറ്റിക് എനർജി കാണാൻ പറ്റും പ്രോബ്ലം ചോദിക്കുമ്പോൾ മാസും വെലോസിറ്റിയും തന്നാൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ഇനി ഇവിടുത്തെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മാസും ഹൈറ്റും തരും, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറഞ്ഞാൽ അതും കാണണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ജിയുടെ വില തരില്ലെന്നില്ല. ജിയുടെ വില എന്ന് പറഞ്ഞാൽ 9.8 ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇതാണ് ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ദ കേസ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. നമ്മൾ ഒരുപാട് പറഞ്ഞ സാധനമാണ്. നിങ്ങൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് എവിടെയും കണ്ടാൽ, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് എവിടെയും കണ്ടാൽ, അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ടത് ഈ ഇക്വേഷനാണ്. AV = കോൺസ്റ്റൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എഴുതുമ്പോൾ എന്താണ് AV, എന്താണ് A എന്ന് പറഞ്ഞാൽ എന്താണ്, V എന്താണ്, ഏതാണ് കോൺസ്റ്റൻറ്റ്, ഇതൊക്കെ എഴുതിയേക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ഒരു 6 ടേം ഉണ്ട്. 6 എന്ന് പറഞ്ഞത് AV തന്നെ കേട്ടോ, രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ സംഭവം എന്താ പറഞ്ഞു വെച്ചാൽ, ഒരു പൈപ്പ്, ഇതൊരു പൈപ്പാണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പൈപ്പ് എന്ന് കരുതാം. ഓക്കെ, ഈ ഒരു പൈപ്പിൽ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്, വെള്ളം അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഏരിയ A ആണ്. ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. ഓക്കെ, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞത് ഞാൻ A2 വിളിച്ചു, വെലോസിറ്റി V2 വിളിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഉണ്ടാകുന്ന ഈ ഫ്ലോ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ A×Vയും ഇവിടെ നിന്നാവുന്ന A2×Vയും എന്തായിരിക്കും? തുല്യമായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ്. എത്രത്തോളം വെള്ളം ഉള്ളിലേക്ക് ഈ പൈപ്പിലൂടെ പോകുന്നു അത്രത്തോളം വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. അത്രയുള്ള സാധനം മനസ്സിലാവുന്നുണ്ടോ? അതായത് ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് എ പൈപ്പ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് എനി ഗിവൻ പോയിന്റ് എലോങ് പൈപ്പ് ഈസ് കോൺസ്റ്റൻറ്റ്. അത് ഈ പൈപ്പിലൂടെ വെള്ളം ഒഴുകുകയാണ്. ഏത് പോയിന്റ് എടുത്താലും അവിടെയുള്ള എയും ഏരിയ ഇൻറ്റു വെലോസിറ്റി ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. ഇതിൻ്റെ ഒരു essay സംഭവങ്ങളൊക്കെ നമ്മുടെ ബുക്കിലുണ്ട്, നിങ്ങളത് റെഫർ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിലെ B പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ C പാർട്ടിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം.